നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. തൃക്കൊടിത്താനം ക്ഷേത്ര പരമ്പരയിലെ 3-ാമത്തെ അധ്യായമാണ് ഇത്. കഴിഞ്ഞ അധ്യായത്തിൽ ക്ഷേത്ര നിർമ്മിതിയും പാണ്ഡവരിൽ ഇളയവനായ സഹദേവനോട് സംബന്ധിച്ചുള്ള ഐതിഹ്യവുമാണ് വിവരിച്ചത്. അതിന്റെ തുടർച്ച. സൂര്യവംശ രാജാവായ രുക്മാംഗദന് വിഷ്ണു ഇവിടെ ദർശനം നൽകിയിട്ടുണ്ടെന്നാണ് മറ്റൊരു ഐതിഹ്യം. പ്രജാതൽപരനായിരുന്ന രുക്മാംഗദൻ തന്റെ അംഗരാജ്യത്തിലെ പ്രജകളുടെ അഭിവൃദ്ധിക്കായി ജീവിതാവസാനം വരെ വളരെ അധികം നല്ല കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ജ്ഞാനികളെയും യോഗികളെയും വിഷ്ണു ഭക്തന്മാരെയും അദ്ദേഹം വളരെ ആദരവോടുകൂടി കാണുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും ചെയ്തു പോന്നു. അംഗദനെയും രാജ്യത്തെയും കുറിച്ച് ദേവഗുരു വസിഷ്ഠൻ ഒരു വേള കേൾക്കാനിടവരുകയും നന്മകൾ മാത്രം കേട്ട ദേവഗുരു ഇക്കാര്യം സ്വർഗാധിപതിയായ ഇന്ദ്രനോട് പറയുകയും ചെയ്തു. രുക്മാംഗദന്റെ ഈ ശ്രേഷ്ഠമായ സ്വഭാവത്തെ പരീക്ഷിച്ചറിയുന്നതിലേക്കായി ഇന്ദ്രൻ നാരദരെ അവിടത്തേക്ക് അയച്ചു. നാരദ മഹർഷിയെ കണ്ട മാത്രയിൽ തന്നെ രുക്മാംഗദൻ വളരെ ബഹുമാന പുരസ്സരം പാദപൂജ ചെയ്ത് ചില പ്രത്യേക പൂക്കൾ മാത്രം ഉപയോഗിച്ചു ഉണ്ടാക്കിയ ഒരു പുഷ്പഹാരം അണിയിച്ച് അദ്ദേഹത്തെ രാജസദസ്സിലേക്ക് ആനയിച്ചു. യഥാവിധി തന്നെ സ്വീകരിച്ചതിന് നന്ദി പറഞ്ഞ നാരദർ രുക്മാംഗദനെ അനുഗ്രഹിച്ചിട്ടാണ് അവിടെ നിന്ന് യാത്രയായത്. രുക്മാംഗദൻ അണിയിച്ച അപൂർവ പുഷ്പഹാരവുമായി നാരദൻ നേരെ ഇന്ദ്രലോകത്തെത്തി. ആ ഹാരത്തിലെ പ്രത്യേക പൂക്കളുടെ സുഗന്ധവും ചാരുതയും കണ്ട ഇന്ദ്രൻ അതിലേക്ക് വല്ലാതെ ആകൃഷ്ടനായി. എന്നു മാത്രമല്ല, ഇന്ദ്രലോകത്തില്ലാത്ത ആ അപൂർവ പുഷ്പത്തെ രുക്മാംഗദന്റെ തോട്ടത്തിൽ നിന്നും എടുത്തു കൊണ്ടുവരാൻ തന്റെ ഭടന്മാർക്ക് ഉത്തരവും നൽകി. ഇന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് ഭടന്മാർ ദിവസേന തോട്ടത്തിൽ നിന്ന് പൂക്കൾ മോഷ്ടിക്കുകയും അവ ഇന്ദ്രനായി സമർപ്പിക്കുകയും ചെയ്തു പോന്നു. തന്റെ തോട്ടത്തിൽ നിന്നും ദിവസേന പൂക്കൾ അപ്രത്യക്ഷമാകുന്നതറിഞ്ഞ രുക്മാംഗദൻ ആശ്ചര്യചകിതനായി കുറച്ച് ദ്വാരപാലകരെ തോട്ടത്തിന് മുന്നിൽ കാവൽ നിർത്തി. ദേവലോക പാലകരെ രുക്മാംഗദന്റെ ഭടന്മാർക്ക് കാണാൻ പറ്റാഞ്ഞ കാരണം മോഷണം വീണ്ടും നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ അവിടെയുണ്ടായ വെള്ളുള്ളി ചെടികളെ അഗ്നിക്കിരയാക്കി ദ്വാരപാലകർ മോഷ്ടാക്കളെ ഒളിവിലിരുന്ന് തോട്ടത്തെ വീക്ഷിച്ചു. തങ്ങളുടെ കണ്ണിൽപ്പെടാതെ മോഷ്ടാക്കൾ കടന്നു കളയാതിരിക്കാനായി കൂടുതൽ വ്യക്തതയോടുകൂടി മോഷ്ടാക്കളെ കാണുന്നതിന് വേണ്ടിയാണവർ അങ്ങനെ ചെയ്തത്. ദേവന്മാരുടെ ശക്തികളെ കുറയ്ക്കാൻ കഴിവുള്ള വെള്ളുള്ളിയുടെ രൂക്ഷഗന്ധം പുറത്തു വന്നതും അത് കാറ്റിലൂടെ ഇന്ദ്രഭടന്മാരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അത് അവരുടെ ശക്തികളെ ക്ഷയിപ്പിച്ചു കളയുകയും ചെയ്തു. അതോടെ തോട്ടത്തിൽ പതുങ്ങി നടന്ന് പൂവിറുക്കുകയായിരുന്ന ഇന്ദ്രഭടന്മാരെ രുക്മാംഗദന്റെ ദ്വാരപാലകർ കണ്ടുപിടിച്ചു. തങ്ങൾ ഇന്ദ്രലോകത്തുള്ളവരാണെന്നും ഇന്ദ്രന്റെ ആജ്ഞയനുസരിച്ചാണ് തങ്ങൾ ഈ മോഷണത്തിന് തയ്യാറായതെന്നും അവർ രുക്മാംഗദനെ അറിയിച്ചു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞിട്ടും രുക്മാംഗദന് ദേഷ്യമൊന്നും വന്നില്ല. പകരം അവരെ തന്റെ അതിഥികളെ പോലെ സ്വീകരിക്കുകയും നന്നായി ആദരിക്കുകയും ചെയ്തു. തുടർച്ച അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം.